ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ A4 സൈസ് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ച് ഇതേപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സൊക്കെ നിങ്ങൾക്ക് പിക്ചേഴ്സോ ഷേപ്സോ എന്താണോ വരച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ലൈറ്റ് കളേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വാട്ടർ കളർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട്സ് വരച്ചു കൊടുത്താലും മതി. ഞാൻ ഇവിടെ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയൊക്കെ പടമാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടമൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാം. അപ്പം ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് ഈ സെലോ ടേപ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ സെലോ ടേപ്പ് മാക്സിമം എടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പടമൊക്കെ ഒട്ടിച്ച് ഇളക്കാൻ നേരത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി വീതിയുള്ള സെലോ ടേപ്പ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഈ പിക്ചേഴ്സൊക്കെ വച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് സെലോ ടേപ്പ് ഒട്ടിച്ചാലും മതി. ഇപ്പം ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഈ പിക്ചേഴ്സൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇനി സെലോ ടേപ്സൊക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ ഓയിൽ ചെയ്ത ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പിക്ചേഴ്സ് പ്ലേസ് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പം നമുക്കിതൊന്ന് നമ്മുടെ ബുക്കിലൊന്ന് ഒട്ടിച്ച് നോക്കാം. കണ്ടോ, ഈസി ആയിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ എവരിവൺ.